എല്ലാ കുട്ടികളും 550 ഓർ എബവ് മാർക്കിലേക്ക് എത്തിയിട്ടുണ്ട് ഈ പ്രാവശ്യം. ഇതിന് പോവേണ്ട, ദിസ് ഈസ് എ ലൂപ്പ്. ഇതൊരു ഭയങ്കര ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അടുത്ത വർഷം NTA ഏത് ലെവലിൽ പരീക്ഷ നടത്തിക്കോട്ടെ, നമ്മൾ അത് ടാക്കിൾ ചെയ്തിരിക്കും. ഹായ് മക്കളെ, ഞാൻ ഡോക്ടർ ബിലാൽ. 2025 നീറ്റ് എക്സാം മെയ് 4 പലർക്കും ഇപ്പോഴും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ദുസ്വപ്നമാണ്. കഴിഞ്ഞ ഒരു വർഷം നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ട് ഹാർഡ് വർക്ക് ചെയ്തു. നമ്മുടെ എല്ലാ സുഖാസ്വാദനങ്ങളും ഒഴിവാക്കി നമ്മൾ പ്രിപ്പയർ ചെയ്തു. പക്ഷേ എക്സാം ഹാളിലേക്ക് എത്തിയപ്പോൾ എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയി. നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഒരു പരീക്ഷയായിരുന്നില്ല നടന്നത്. അത്തരത്തിൽ എക്സാം ഹാളിലെ ചോദ്യപേപ്പർ കണ്ട് ആ ഒരു ഇമോഷണൽ ഷാറ്ററിങ് കാരണം വേണ്ട രീതിയിൽ എക്സാം എഴുതാൻ പറ്റാതെ കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ എഫേർട്ട് ഇട്ടിട്ടും എല്ലാം കയ്യിൽ നിന്ന് പോയി നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്കുള്ളതാണ് ഈ വീഡിയോ. മക്കളെ, 2025 നീറ്റ് എക്സാം നിങ്ങളുടെ മാത്രമല്ല, ഇന്ത്യയിലെ മുഴുവൻ ആളുകളുടെയും, ഇന്ത്യയിലെ മുഴുവൻ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ അടക്കം പ്രതീക്ഷകളെ എല്ലാം തെറ്റിച്ച് വന്ന ഒരു പരീക്ഷയായിരുന്നു. നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് ഒരു പരീക്ഷ ഇച്ചിരി ടഫാവും നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷേ ഈ ഒരു ലെവലിലുള്ള പരീക്ഷ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടേ ഇല്ല. അതിനൊരു കാരണമുണ്ട്. നമുക്കറിയാം, 2016 നീറ്റ് എക്സാം രാജ്യം ഒന്നാകെ സാർവത്രികമായിട്ട് വരുന്നത്. അതിനുശേഷം 2017 കുറച്ചുകൂടെ സിമ്പിൾ എക്സാമാണ്. 2016 അന്ന് ഓൾ ഇന്ത്യ ടോപ്പർ 685 മാർക്കായിരുന്നു. ഓൾ ഇന്ത്യ ടോപ്പർ അത്യാവശ്യം ടഫ് എക്സാം തന്നെ ആയിരുന്നു. എന്നുള്ളതിന് ശേഷം 2017 കുറച്ചുകൂടെ എളുപ്പമുള്ള പരീക്ഷ വന്നു. 2018 ഇച്ചിരി കൂടെ, ഇത്ര ഇല്ലെങ്കിലും ഇച്ചിരി കൂടെ ടഫായ പരീക്ഷ വന്നെങ്കിലും അതിനുശേഷം ഓരോ വർഷവും ക്രമാനുഗതമായി 2024 വരെ നമ്മൾ വർഷങ്ങൾ നോക്കുന്ന സമയത്ത് പരീക്ഷ സിമ്പിളാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 2024 സംഭവിച്ചത് നമുക്കറിയാം. കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതി വന്നു, എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വന്നത്. കാരണം എല്ലാവർക്കും 620, 630, 640 മാർക്കുണ്ട്. നമ്മളെല്ലാം വലിയ സന്തോഷത്തോടെ വന്നു. എന്നാൽ 2 ദിവസം കൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം തകിടം മറിയുന്ന കാഴ്ചയാണ് കണ്ടത്. കാരണം കട്ട് ഓഫ് ഭയങ്കരമായിട്ട് ഉയരുന്ന സാഹചര്യം, എല്ലാവർക്കും മാർക്ക് വരുന്നു. അപ്പോൾ തന്നെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു അടുത്ത വർഷം ഇച്ചിരി കൂടെ ടഫായിട്ടുള്ള എക്സാം വരുമെന്ന്. അപ്പോഴും ഈ ഒരു ലെവലിൽ പരീക്ഷ നടക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. പല കുട്ടികളും പരീക്ഷാ ഹാളിൽ നമ്മൾ ആദ്യത്തെ ചോദ്യം കുറച്ച് ടഫായപ്പോൾ നമ്മൾ വിചാരിച്ചു രണ്ടാമത്തെ ചോദ്യങ്ങൾ എളുപ്പമാവുന്നു. അത് ടഫായപ്പോൾ നമ്മൾ വിചാരിച്ചു മൂന്നാമത്തെ എളുപ്പമാവുന്നു. അത്തരത്തിൽ ചോദ്യങ്ങൾ ഈ ടഫാകുന്നത് കണ്ടപ്പോൾ എൻ്റെ മാർക്ക് ഇത് എൻ്റെ മാത്രം പ്രശ്നമാണെന്ന് വിചാരിച്ച് കൈ വിറച്ചിട്ട്, ഹാർട്ട് പെടച്ചിട്ട് വേണ്ട രീതിയിൽ എന്താ പറയുക, ടൈം മാനേജ്മെൻറ്റ് സ്കില്ലെല്ലാം കയ്യിൽ നിന്ന് പോയി പരീക്ഷ മൊത്തത്തിൽ പാളിപ്പോയ ഒരുപാട് കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട്. അവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ MBBS എന്ന് പറയുന്ന സ്വപ്നം കെടാതെ കിടക്കുന്ന ആളുകളുണ്ട്. അവരുടെ മെസ്സേജുകളാണ് നമുക്ക് വരുന്നത്. സാറേ, ഞങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ഒരു ലെവലിലല്ല, NTA ഏത് ലെവലിൽ പരീക്ഷ ഇട്ടാലും നമ്മൾ ടാക്കിൾ ചെയ്യും എന്നുള്ള ഒരു ആഗ്രഹം, ഒരു പ്രതീക്ഷ നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ അടുത്ത വർഷം റിപ്പീറ്റിന് പോവണോ എന്ന് പാരൻസ് ചോദിക്കുകയാണ്. നമ്മൾ എന്ത് പറയും അവരോട്? പലരും പ്രഷർ ചെയ്യുന്നു വേറെ ഏതെങ്കിലും കോഴ്സ് എടുത്ത് പോകാം. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് പോകുന്നില്ല സാറേ എന്ന് പറയുന്ന കുട്ടികളുണ്ട്. അത്തരത്തിലുള്ള മക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സ്വപ്നം ഉണ്ടാകും. സ്വപ്നമില്ലാത്ത ആരുമില്ല. എല്ലാവർക്കും സ്വപ്നമുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് എല്ലാവരും സ്വപ്നത്തിലേക്ക് എത്താത്തത്? സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ പരാജയങ്ങൾ, തിരിച്ചടികൾ ഉണ്ടാകും. ആ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ പതറിപ്പോകുന്നവരാണ് മഹാഭൂരിപക്ഷം ആളുകളും. തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ തിരിഞ്ഞു നടക്കുന്നവരാണ് മഹാഭൂരിപക്ഷവും. പക്ഷേ തിരിച്ചടികളിൽ തിരിഞ്ഞു നടക്കാത്ത, ഓരോ പരാജയങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് മുന്നേറാൻ കെൽപ്പുള്ള ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വിജയിച്ച് കയറും. അതിനുള്ള മാനസിക നിലവാരം എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്കുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, അടുത്ത വർഷം NTA ഏത് ലെവലിൽ പരീക്ഷ നടത്തിക്കോട്ടെ, നമ്മൾ അത് ടാക്കിൾ ചെയ്തിരിക്കും. ആ ഒരു ലെവലിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കും. ആ ഒരു ലെവലിൽ നമ്മൾ ഒരുങ്ങിയിരിക്കും. എന്തൊക്കെ ചോദിച്ചാലും ആൻസർ ചെയ്യുന്ന രീതിയിൽ. നോക്കൂ, ഞാനൊരു കഥ പറയാം. കഴിഞ്ഞ വർഷം നമുക്ക് എജുപോർട്ടിനൊരു റിപ്പീറ്റേഴ്സ് ബാച്ച് ഉണ്ടായിരുന്നു. റിപ്പീറ്റേഴ്സ് ഓൺലി ബാച്ച്. ആ ബാച്ചിലെ എല്ലാ കുട്ടികളും, ഒരാളൊഴികെ എല്ലാ കുട്ടികളും 550 ഓർ എബവ് മാർക്കിലേക്ക് എത്തിയിട്ടുണ്ട് ഈ പ്രാവശ്യം. എല്ലാവരും. ഒരാൾക്ക് 510 ആണ്, അവനും MBBSന് കയറും. അവൻ ഓൾ ഇന്ത്യ കോട്ടയിൽ MBBS ഷുവറായിട്ട് കയറും. നോക്കൂ, അവർ റിപ്പീറ്റിന് വരുന്ന സമയത്ത് അവരുടെ കൂടെ റിപ്പീറ്റ് ചെയ്ത മറ്റു പലരും ഉണ്ടായിരുന്നു. അവർ പലരും വേറെ കോഴ്സുകൾ എടുത്തു പോയി. അവർ പലരും ഇനിയൊരു എഫേർട്ട് എടുക്കാൻ വയ്യ എന്ന് പറഞ്ഞു പോയി. പക്ഷേ റെസിലിയൻ്റായി നിന്ന കുറച്ച് പേർ, കഴിഞ്ഞ വർഷത്തെ തെറ്റുകൾ തിരുത്തി മുന്നേറാൻ റെഡിയായി നിന്ന കുറച്ച് പേർ, അവർ മാത്രം ഇതാ MBBS എന്ന സ്വപ്നത്തിലേക്ക് ഒരു മാസം കഴിയുമ്പോൾ വൈറ്റ് കോട്ട് സെറിമണിയും കഴിഞ്ഞിട്ട് സ്റ്റെതസ്കോപ്പും ഇട്ടിട്ട് വാർഡുകളിലൂടെ നടക്കാൻ പോകുന്നു.
മക്കളെ, ഞാനെല്ലാം റിപ്പീറ്റ് ചെയ്ത സമയത്ത് എനിക്ക് ആദ്യത്തെ റിപ്പീറ്റ് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല, പൈസ ഇല്ലാത്തത് കൊണ്ട്. പകുതി വെച്ച് നിർത്തേണ്ടി വന്ന ആളാണ്, നിർത്തി പോകേണ്ടി വന്ന ആളാണ് ഞാൻ. ആ പ്രാവശ്യം എക്സാം എഴുതിയിട്ടുണ്ട്, കാര്യമൊന്നുമില്ല, എനിക്ക് പലതും ഒന്നും അറിയില്ലായിരുന്നു, വെറുതെ പോയി എഴുതി. പക്ഷെ അടുത്ത തവണ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാൻ എഴുതും, ഞാൻ എങ്ങനെയും കഷ്ടപ്പെട്ട്. അന്നടുത്ത് പൈസയും ഒന്നുമില്ല റിപ്പീറ്റ് ചെയ്യാൻ പോലെ, പക്ഷേ എൻ്റെ ഉള്ളിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ എങ്ങനെയെങ്കിലും എഴുതിയെടുക്കുന്നു. ഞാൻ ആദ്യത്തെ നീറ്റ് എക്സാം കഴിഞ്ഞ ആ ദിവസം മുതൽ, ഞങ്ങൾക്ക് നീറ്റ് ആയിരുന്നു, കീം എക്സാമാണ് ആദ്യം നടന്നത്. അപ്പോൾ ആ എക്സാം കഴിഞ്ഞ ദിവസം മുതൽ നെക്സ്റ്റ് ഡേ മുതൽ അടുത്ത വർഷം എൻ്റെ റാങ്ക് ഏത് വരണമെന്ന് എൻ്റെ ഉള്ളിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ ഒരു ഞാൻ 10ൻ്റെ ഉള്ളിലാണ് ഞാൻ ആഗ്രഹിച്ചത്. എനിക്ക് 38ലേക്ക് വരാൻ പറ്റുള്ളൂ, ഞാൻ ആഗ്രഹിച്ച് 10ൻ്റെ ഉള്ളിൽ തന്നെയാണ്. യാഥാർത്ഥ്യത ഞാൻ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തിരുന്നു. എനിക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് അടുത്ത വർഷത്തെ ക്ലാസ്സസ് എവിടെയെങ്കിലും ജോയിൻ ചെയ്യണം, ശരിയാണ്. പക്ഷെ അതിനൊക്കെ പോകുന്നതിന് മുമ്പ് എനിക്ക് പേഴ്സണലി ഏതൊക്കെ ചാപ്റ്റേഴ്സ് നോക്കി തീർക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ നോക്കി വെച്ചു. അത് മുഴുവൻ ഞാൻ ഒറ്റയ്ക്കിരുന്ന് പഠിക്കാൻ തുടങ്ങി. ഞാൻ ഒറ്റയ്ക്ക് വായിച്ചു. എനിക്ക് പലതും ഒന്നും അറിയില്ലായിരുന്നു, പക്ഷെ ഞാൻ അറിയുന്ന പോലെ വായിച്ചു. ഒരു സമയം പോലും ഞാൻ കളഞ്ഞില്ല. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് പറയാനുള്ളതാണ്, നിങ്ങൾ അടുത്ത വർഷത്തെ നീറ്റ് എക്സാമിൽ നിങ്ങളുടെ റാങ്ക് എത്ര വരണം നിങ്ങളിപ്പം തീരുമാനിക്കുക. എന്നിട്ട് ഇപ്പം പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അത് ആ രീതിയിൽ പഠിച്ചു തുടങ്ങുക. ഒന്നും മാറ്ററല്ല, ഒന്നും വിഷയമല്ല. നമ്മൾ അടുത്ത വർഷം ആ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ റെഡിയാണെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർ അവർ വേറെ പല കോഴ്സിനും പോയി ജോയിൻ ചെയ്തോട്ടെ. നമ്മുടെ ഉള്ളിൽ ഈ ഒരു ഡ്രീം കിടക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ വിൻ. യു ക്യാൻ റിയലി വിൻ ഇഫ് യു ആർ റെഡി ടു വർക്ക് ഹാർഡ്. മോട്ടിവേഷൻ കൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല. ഞാൻ പലപ്പോഴും കമൻറ്റ് സെക്ഷനിൽ കാണാറുണ്ട്, ഇനിയൊരു റിപ്പീറ്റ് ഇല്ല സാർ. പലരും റിപ്പീറ്റിന് പോകുന്ന കുട്ടികളെ പോലും തളർത്താറുണ്ട്. ഇതിന് പോവേണ്ട, ദിസ് ഈസ് എ ലൂപ്പ്, ഇതൊരു ഭയങ്കര ബുദ്ധിമുട്ടേറിയ കാര്യമാണ്, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, എക്സോസ്റ്റിംഗ് ആണ്. ഓഫ് കോഴ്സ് യെസ്, ഇത് എക്സോസ്റ്റിംഗ് ആണ്, ഇത് ഹാർഡാണ്. ഞാൻ പറയുന്നില്ല ഹാർഡല്ല എന്നൊന്നും, ഇറ്റ് ഈസ് ഹാർഡ്. ബട്ട് ആ ഹാർഡ് വർക്ക് ചെയ്യാൻ, നിങ്ങളുടെ കംഫേർട്ട് സോൺസിനെ പൊട്ടിച്ചെറിഞ്ഞ് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറുണ്ടോ? കം ഹിയർ, കം ഹിയർ. വി എജുപോർട്ട് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഞങ്ങളുടെ റിപ്പീറ്റേഴ്സ് സ്പെഷ്യൽ ബാച്ച്. അടുത്ത വർഷവും കഴിഞ്ഞ വർഷം ചെയ്തതുപോലെ തന്നെ ഞങ്ങളുടെ റിപ്പീറ്റേഴ്സ് ബാച്ച്, യോദ്ധ ബാച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് വരാം. നിങ്ങൾ കേരളത്തിലെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിപ്പീറ്റ് ചെയ്ത കുട്ടികളായിക്കോട്ടെ, യു ക്യാൻ ഫീൽ ദ ഡിഫറൻസ്. യു ക്യാൻ ഫീൽ ദ ഡിഫറൻസ്. വി വിൽ ബി സ്ട്രിക്റ്റ്. ഞങ്ങൾ സ്ട്രിക്റ്റ് ആയിരിക്കും. ഞങ്ങൾ നിങ്ങളുടെ എല്ലാ ബാരിയേഴ്സിനെയും തകർക്കും. നിങ്ങളുടെ എല്ലാ കംഫേർട്ട് സോൺസും ഞങ്ങൾ തകർക്കും. ആ കംഫേർട്ട് സോൺസ് തകർത്ത് പഠിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ അടുത്ത വർഷം ഏത് ലെവലിൽ പരീക്ഷ നടന്നാലും ഉറപ്പിച്ച് പറയാം, നിങ്ങൾ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിരിക്കും. അത് ഞങ്ങൾ ഏറ്റു. ദാറ്റ്സ് അവർ ഡ്യൂട്ടി. ദാറ്റ്സ് നോട്ട് യുവർ ടെൻഷൻ. അത് ഞങ്ങൾക്ക് തന്നേക്ക്, ഞങ്ങൾക്ക് വിട്ടേക്ക്. വിൽ ഡു ദാറ്റ്. പക്ഷെ നിങ്ങൾ റെഡിയാണെങ്കിൽ യു ക്യാൻ കം ഹിയർ ടു അവർ യോദ്ധ ബാച്ച് ഫോർ റിപ്പീറ്റേഴ്സ്. ഗൈസ്, ഈ ഒരു ബാച്ചിനകത്ത് നമ്മൾ നിങ്ങൾക്ക് കൃത്യമായ സ്കോളർഷിപ്സും തരുന്നുണ്ട്. നിങ്ങൾക്ക് 450ൻ്റെ മുകളിൽ ഈ നീറ്റ് എക്സാമിൽ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോസ്റ്റൽ അടക്കം കംപ്ലീറ്റ് ഫ്രീ ആണ്. ഹോസ്റ്റൽ പ്ലസ് ട്യൂഷൻ, ഹോസ്റ്റലും ട്യൂഷനും കോഴ്സും അടക്കം കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എജുപോർട്ടിൻ്റെ ക്യാമ്പസിൽ പഠിക്കാം. നമ്മുടെ റിപ്പീറ്റേഴ്സ് ഓൺലി ക്യാമ്പസിൽ നിങ്ങൾക്ക് പഠിക്കാം ബാച്ചിൽ. നോ, നിങ്ങൾക്ക് 425 450 മാർക്ക് ഓർ പ്ലസ് ഉണ്ടെങ്കിലാണിത്. നിങ്ങൾക്ക് 425 to 449 ഇതിൻ്റെ ഇടയിലാണ് നിങ്ങളുടെ മാർക്കെങ്കിൽ നിങ്ങൾ കോഴ്സ് ഫീ കംപ്ലീറ്റ് ഫ്രീ ആണ്. ഫുൾ കോഴ്സ് ഫീ ഫ്രീ ആണ്. ഓൺലി ഹോസ്റ്റൽ. നിങ്ങൾ ഹോസ്റ്റൽ ഫീ മാത്രം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എജുപോർട്ടിൽ. ഇനി നിങ്ങൾക്ക് 400 പ്ലസ് ആണ്, 425 ഇല്ല, അതിൻ്റെ താഴെയാണ്. 400ൻ്റെയും 425ൻ്റെയും ഇടയിലാണെങ്കിൽ 75% ഓഫ് കോഴ്സ് ഫീ നിങ്ങൾക്ക് ഫ്രീ ആണ്. നിങ്ങൾ ബാക്കിയുള്ള ഫീ കൊടുത്താൽ ഇത് നിങ്ങൾക്ക് റിഡക്ഷൻ ആയിട്ട് കിട്ടും. ഇനി നിങ്ങൾക്ക് 400 ഇല്ല, 350യുടെയും 400ൻ്റെയും ഇടയിലാണ് നിങ്ങളുടെ മാർക്കെങ്കിൽ 50% കോഴ്സ് ഫീ നിങ്ങൾക്ക് റിഡക്ഷൻ ആണ്. നിങ്ങൾ പകുതി കോഴ്സ് ഫീ മാത്രം കൊടുത്ത് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് 300ൻ്റെയും 350യുടെയും ഇടയിലാണെങ്കിൽ 25% കോഴ്സ് ഫീ നിങ്ങൾക്ക് റിഡക്ഷൻ ആണ്. 200ൻ്റെയും 300ൻ്റെയും ഇടയിലാണെങ്കിൽ 10% കോഴ്സ് ഫീ നിങ്ങൾക്ക് റിഡക്ഷൻ ആണ്. ഈ ഒരു ഡേയിലൊന്നും റിപ്പീറ്റേഴ്സ് ഉണ്ടാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് 10% കോഴ്സ് ഫീ റിഡക്ഷൻ. പ്രിയപ്പെട്ട കുട്ടികളെ, ഇനി ഇതിലും താഴെയാണ് നിങ്ങളുടെ മാർക്കെങ്കിലും കുഴപ്പമില്ല. ഇതിനേക്കാളൊക്കെ മാർക്ക് താഴ്ന്നു നിന്ന റിപ്പീറ്റേഴ്സ്, റിപ്പീറ്റ് ചെയ്തിട്ട് ഒട്ടും മാർക്കില്ലാത്ത കുഞ്ഞുങ്ങൾ പിന്നീട് കയറി വരുന്ന കാഴ്ച നമ്മൾ എത്രയോ കണ്ടിട്ട്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ റിപ്പീറ്റ് ഞാൻ പകുതി വെച്ച് നിർത്തിയ ആളാണ്. ക്ലാസ്സിന് പോക്കൊക്കെ എനിക്ക് സാഹചര്യം ഇല്ലായിരുന്നു, പൈസ ഇല്ലായിരുന്നു എന്നൊക്കെ ഉള്ളതുകൊണ്ട്.
സോ ഞാൻ ആദ്യമായിട്ട് എക്സാം എഴുതിയപ്പോൾ എൻ്റെ റാങ്ക് കേരള റാങ്ക് തന്നെ 11,000 12,000 എന്തോ ആയിരുന്നു. അതായത് കേരള റാങ്ക്, അത്രയും മാർക്ക് കുറവുള്ള ആളായിരുന്നു ഞാൻ. ഓക്കെ, ബിക്കോസ് ലുക്ക്, റിപ്പീറ്റിൽ നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് നിങ്ങൾ റിപ്പീറ്റ് ഒരു നല്ല രീതിയിൽ ചെയ്യാൻ റെഡിയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് MBBS എന്ന സ്വപ്നത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റും. ഇനി ഈ വീഡിയോയുടെ താഴെ എനിക്കറിയാം കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളുമായിട്ട് വരാൻ സാധ്യതയുള്ള കുറേ ആൾക്കാരുണ്ട്. കുഞ്ഞുങ്ങളെ റിപ്പീറ്റേഴ്സിന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്, റിപ്പീറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്, ഒരു കോപ്പുമല്ല. നോക്കൂ, ഞാൻ ഉറപ്പിച്ച് പറയാം, ഞാനും അങ്ങനെ വന്ന ഒരാളാണ്. നിങ്ങൾക്ക് MBBS എന്ന് പറയുന്ന ഈ ഒരു പ്രൊഫഷനോട്, ഈ ഒരു സ്വപ്നത്തിനോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ കം ഹിയർ. യു ഡോണ്ട് വാണ്ട് everyone to repeat. No, it's not the case. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കം ഹിയർ. ഞങ്ങൾ നിങ്ങളെ മൗൾഡ് ചെയ്തെടുക്കാം. ഞങ്ങൾ ഞങ്ങളുടെ എൻറ്റയർ സ്ട്രക്ചർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഫോർ നെക്സ്റ്റ് ഇയർ. ബിക്കോസ് നെക്സ്റ്റ് ഇയറിലേക്കുള്ള പ്രിപ്പറേഷൻ ഷുഡ് ബി അനദർ ലെവൽ. ചിലപ്പോൾ നമുക്കറിയാം NTA ക്യാൻ ഡു എനിത്തിങ്. നോബഡി ഈസ് ഗോയിങ് ടു ആസ്ക്. അവരെ ചോദ്യം ചെയ്യാൻ ആരും പോവില്ല. നെക്സ്റ്റ് ഇയർ അവർ ചിലപ്പോൾ പരീക്ഷയുടെ പാറ്റേൺ വീണ്ടും ഇങ്ങനെ മാറ്റാം, അങ്ങനെ മാറ്റാം. ലുക്ക്, ഞങ്ങൾക്ക് പറയാനുള്ളത് അവർ ഏത് ലെവലിൽ മാറ്റിക്കോട്ടെ. വി വിൽ മേക്ക് യു പ്രിപ്പയർ ദാറ്റ് ലെവൽ. ഹൈ ലെവലിലും ലോ ലെവലിലും എൻറ്റയർ പ്രോബ്ലം ഓറിയൻറ്റഡ്, കോൺസെപ്റ്റ് ഓറിയൻറ്റഡ്, സ്റ്റേറ്റ്മെൻറ്റ് ഓറിയൻറ്റഡ്, എനി കൈൻഡ് ഓഫ് തിങ് അവർ ചോദിച്ചോട്ടെ. വിൽ മേക്ക് യു പ്രിപ്പയർ. സോ ഗൈസ്, നിങ്ങൾക്ക് എജുപോർട്ടിൻ്റെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും MBBS എന്ന് പറഞ്ഞ സ്വപ്നം കിടക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ അത് കേവലമായിട്ടുള്ള ഒരു ഇൻഫാക്ച്വേഷൻ അല്ലാണ്ട് ഇത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ കം ടു അവർ ബാച്ച്. അടുത്ത വർഷം നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് കയറി പോകുന്നത് ഞങ്ങൾ കാണിച്ചു തരാം, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. സോ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പ്രിയപ്പെട്ടവരെ ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ താഴെ നമ്മളൊരു ലിങ്ക് പിൻ ചെയ്യുന്നുണ്ട്, ഒരു ഫോം പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതിൽ കയറിയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൂടെ അതിനകത്തൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക. ഒന്നുകിൽ ഇതിനകത്ത് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അതിനകത്ത് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാഫ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ഉറപ്പായിട്ടും നമ്മൾ കഷ്ടപ്പെടാൻ റെഡിയാണെങ്കിൽ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ, ദിസ് ഈസ് സംതിങ് ഫോർ ദോസ് ഹു ആർ റെഡി ടു വർക്ക് ഹാർഡ്. റിയലി നോക്കൂ, ഞങ്ങൾക്ക് റിപ്പീറ്റിൽ ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുണ്ട്. They want NEET. They want look, അവർക്ക് എല്ലാ സമയത്തും മോട്ടിവേഷൻ വേണം. They ask motivation every time. ഇപ്പോഴും മോട്ടിവേഷൻ. ബട്ട് വർക്ക് ചെയ്യാൻ റെഡിയല്ല. അവർക്ക് വലിയ പേന ഉണ്ടാകും, വലിയ പുസ്തകങ്ങൾ ഉണ്ടാകും, വലിയ കളർഫുൾ 4 കളർ മാർക്കർ ഉണ്ടാകും. 4 കളർ മാർക്കറോ കളർഫുൾ പേനയോ ഒന്നുമല്ല റിസൾട്ട് ഉണ്ടാക്കുക. വാട്ട് മേക്ക് റിസൾട്ട് ഈസ് ഹാർഡ് വർക്ക്. വാട്ട് മേക്ക് റിസൾട്ട് ഈസ് റെസിലിയൻസ്. അതിന് നിങ്ങൾ റെഡിയാണെങ്കിൽ കം ഹിയർ, we will be with you. നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ എജുപോർട്ട് റിപ്പീറ്റ് ചെയ്ത എജുപോർട്ടിൻ്റെ ഈ ഇത്തരം ബാച്ചസിലൊക്കെ പഠിച്ച കുട്ടികൾക്കറിയാം, ഞങ്ങൾ നിങ്ങളെ ചീത്ത പറയുന്ന ഏതൊരു വലിയ അതോറിറ്റി ആയിട്ടല്ല ഉണ്ടാവുക. നിങ്ങളുടെ കൂടെ ഉണ്ടാകും, നിങ്ങളുടെ ഫ്രണ്ടായിട്ട്, നിങ്ങളുടെ ബ്രദറായിട്ട്, നിങ്ങളുടെ ടീച്ചറായിട്ട്, നിങ്ങൾക്കെല്ലാം പറയാൻ പറ്റുന്ന ആളുകളായിട്ട് നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. സോ നമുക്കൊന്നിച്ച് അടുത്ത വർഷം മികച്ചൊരു റാങ്കിലേക്ക് എത്തിപ്പിടിക്കാം. സോ ഓൾ ദി ബെസ്റ്റ്. ലവ് യു ഓൾ. ബൈ.